എവിടേക്കായി തള്ളിക്കറി വരുന്നതെന്നാ ചോദിച്ചത്. ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീയേ ഒരു കളിയാ, ചതിക്കുന്നവളാ, രഹസ്യങ്ങൾ മനസ്സിലൊളിപ്പിച്ച് ആളുകളെ വഞ്ചിക്കുന്നവളാ. ആ നിലയ്ക്ക് കുടുംബശ്രീ ശാരദയുടെ വീട്ടിലേക്ക് കയറാനോ താമസിക്കാനോ യാതൊരു യോഗ്യതയില്ല. അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചായി സംസാരിക്കുന്ന. അതെ, നീ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഈ വീട്ടിൽ കയറാൻ പറ്റില്ല. സത്യാമ്മ അവിടെ ശാലിനിയെ കയറ്റുന്നില്ല. അത് സത്യാമ്മയുടെ വീടാണെന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഇവിടുന്നും കൂടെ ശാലിനി ഇറക്കി വിട്ടാ പിന്നെ ശാലിനി എവിടെ പോവും? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ പോലെയുള്ള കള്ളികൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. അച്ഛൻ കുറെ നേരമായിട്ട് കള്ളി എന്നൊക്കെ വിളിച്ച് ആരോപണങ്ങളെ ഉന്നയിക്കുന്നതല്ലാതെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ശാരികയുടെ മോളെവിടെ? അവളെ ഞാൻ വളർത്താനാണ് നിന്നെ ഏൽപ്പിച്ചത്, അല്ലാതെ കൊല്ലാനല്ല. അച്ഛൻ കാര്യങ്ങൾ അറിയാതെയാ സംസാരിക്കുന്ന. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു, വിഷ്ണുവിന്റെ കാര്യമടക്കം. നീ എന്തുകൊണ്ടാ എല്ലാവരിൽ നിന്നും അത് മറച്ചു വെച്ചത്? എനിക്ക് അവൻ എന്റെ മകനെ പോലെയായിരുന്നു. അല്ല, മകൻ തന്നെയായിരുന്നു. ആ മകനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും നീ സമ്മതിച്ചില്ലല്ലോ. രഹസ്യമായി അടക്കം ചെയ്ത് കളഞ്ഞില്ലേ? എന്തിനായിരുന്നു അത്? വലിയൊരു ഇൻഷുറൻസ് തുക കയ്യിലേക്ക് വന്ന ആരെങ്കിലും വേണ്ടാന്ന് പറയോ? ശ്യാമേ, നിങ്ങൾ ഈ പറയുന്നത് പാപോ? വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തിന് വിഷ്ണുവേട്ടൻ തന്നെയാ കാരണം. ഈ വിവരങ്ങൾ ഒരാളെ അറിയിക്കരുതെന്ന് വിഷ്ണുവേട്ടൻ തന്നെയാ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പോലും അറിയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. നീ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ശാരികയുടെ കുഞ്ഞിനെ ആർക്കോ കൊണ്ടുപോയി കൊടുത്തിട്ട് അവൾക്ക് മുന്നിൽ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് വേറെ ഏതോ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചില്ലേ നീ? ഇത്രയും ക്രൂരതയോടെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഈ വീട്ടിൽ നിനക്ക് കയറാൻ പറ്റില്ല. മക്കൾ വേണേ ഇവിടെ നിന്നോട്ടെ, പക്ഷെ നീ അത് ഞാൻ സമ്മതിക്കില്ല. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ ശാലിനി നിൽക്കും, കുഞ്ഞുങ്ങളും നിൽക്കും. ഇത് ശാലിനിക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ? ഇതൊക്കെ പറയാൻ നീ ആരടാ? ഇതെന്റെ കുടുംബത്തെ കാര്യ. ഒരു ബന്ധമില്ലാത്ത നീ ബന്ധവും പറഞ്ഞേ ഇവിടെ പിന്നാലെ നടന്നാ മതി.